ഹലോ, വെരി ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? UFC 300 മെയിൻ ഇവന്റ് വാർത്തകളുമായിട്ടാണ്, കുറച്ച് അപ്ഡേറ്റ്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഓക്കെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ ഈ ഒരു മെയിൻ ഇവന്റ് ഏതാണെന്ന് തന്നെ പല ആളുകൾക്ക് ഓർമ്മയില്ല. അതായത് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു തരാം. ജമഹാൽ ഹിൽ വേഴ്സസ് അലക്സ് പെഹേര. അപ്പൊ ഈ ഒരു UFC 300 മെയിൻ ഇവന്റ് അങ്ങനെ അങ്ങ് വെറുതെ ഒന്നും ഡാനായിച്ചായൻ ഫിക്സ് ചെയ്യത്തില്ല. എന്തോ മൂപ്പര് കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു മെയിൻ ഇവന്റിനെ കുറിച്ച് പല ആളുകൾക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. അതായത് മിക്ക ആളുകൾക്കും, ഞാൻ ഉൾപ്പെടെയുള്ള മിക്ക ആളുകൾക്കും, ഇതൊരു മെയിൻ ഇവന്റേ ആണോ എന്നുള്ള ഒരു ഇതാണ്. അപ്പോ അതായത് ഞാനിപ്പോ പറയുന്നു, ഓക്കെ, നമ്മുടെ ഒരു കൊച്ചു പ്രഡിക്ഷൻ എന്തെന്നാൽ UFC 300 ഏറ്റവും പടക്കൻ പൊളപ്പൻ അടിപൊളി ഇവന്റ് ആയിരിക്കും ആ മെയിൻ ഇവന്റ് എന്ന് പറയുന്നത് ജമഹാൽ ഹിൽ വേഴ്സസ് അലക്സ് പെഹേര. അത് വെറുതെ ഒന്നും ഡാനാവൈറ്റ് അങ്ങനെ വെക്കത്തില്ല. കാരണം മിക്ക ആളുകളുടെയും ശ്രദ്ധ ഗേജി, മാക്സ് ഹോളോവേ, പിന്നെ നമ്മുടെ ഒലിവേറ, അർമാൻ ഈ ഫൈറ്റിലൊക്കെയാണ്. ഓക്കെ, പക്ഷെ ഇതിനെക്കാട്ടിലും ഒക്കെ ഗംഭീര പടക്കൻ അടിപൊളി, അതായത് ഒരു 99% KO TKO അവസാനിക്കാൻ പോകുന്ന ഒരു ഫൈറ്റ് ആയിരിക്കും ജമഹാൽ ഹിൽ വേഴ്സസ് അലക്സ് പെഹേര. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരുടെയും ഫൈറ്റിംഗ് സ്റ്റൈൽ അങ്ങനത്തെയാണ്, അതുകൊണ്ടാണ്. ഓക്കെ, ഇനിയും ഈ ഫൈറ്റിനെ കുറിച്ച് കാത്തിരിക്കുന്ന ആളുകൾ തന്നെ, ജമഹാൽ ഹിൽ വേഴ്സസ് അലക്സ് പെഹേര, ഈ ഫൈറ്റിനെ കാത്തിരിക്കുന്ന ആളുകൾക്ക് മറ്റൊരു തെറ്റിദ്ധാരണയുണ്ട്. മിക്ക ആളുകളും, ഒരു 99% ആളുകളും ജമഹാൽ ഹിലിനെ എഴുതി തള്ളിയിരിക്കുകയാണ്. ഓക്കെ, അതായത് ഇതിനകത്ത് അലക്സ് പെഹേരയാണ് ജയിക്കാൻ പോകുന്നത്. കാരണം എല്ലാവരുടെയും കാഴ്ചപ്പാടിൽ അലക്സ് പെഹേര ഒരു കൊച്ചു സൂപ്പർ സ്റ്റാർ ആണല്ലോ. കൊച്ചാണോ വലുതാണോ? സൂപ്പർ സ്റ്റാർ ആണ്. കാരണം അഡിസാനിയയുടെ ഫൈറ്റിന് ശേഷം പുള്ളിയുടെ മാർക്കറ്റ് കണ്ടമാനം ഉയർന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പെഹേര സൂപ്പർ സ്റ്റാർ ആയതുകൊണ്ട് പെഹേരയാണ് ജയിക്കാൻ പോകുന്നത്. അപ്പൊ ഇതിലും ഞാൻ എന്റെ ഒരു കൊച്ചു പ്രൊഡിക്ഷൻ പറയുകയാണ്. എനിക്ക് തോന്നുന്നത് ജമഹാൽ ഹിൽ ഈ ഫൈറ്റിനകത്ത് ജയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അലക്സ് പെഹേര ഒരു വളരെ അപകടകാരിയായിട്ടുള്ള ഒരു ഫൈറ്ററാണ്. അദ്ദേഹത്തിന്റെ കിക്സും പഞ്ചസും ഒക്കെ ശരി തന്നെ. പക്ഷെ ജമഹാൽ ഹിൽ ഒരു ചെറിയ ഒരു കൊച്ചു ജോൺ ജോൺസ് പാക്കേജ് ആണ്. ഓൾറൗണ്ടർ ആണ്. അതായത് പഞ്ചസ് നല്ലതാണ്, നല്ല ഹൈറ്റ് ഉണ്ട്, റീച്ച് ഉണ്ട്, കിക്സ് നല്ലതാണ്. അത് പോരാഞ്ഞിട്ട് റെസ്ലിംഗ് ഉണ്ട്, റെസ്ലിംഗ് ടേക്ക് ഡൗൺ ഡിഫൻസ് ഉണ്ട്, ഗ്രൗണ്ട് ഗെയിമും നല്ലതാണ്. ഓക്കെ, പുള്ളി നല്ല സീരിയസ് ആയിട്ട് ഈ റെസ്ലിംഗ് ഗ്രാപ്ലിംഗ് മേഖലയിൽ അഭ്യസിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ജമഹാൽ ഹിലിനാണ് മുൻതൂക്കമുള്ളത്. പിന്നെ ഈ ഫൈറ്റിന് ഒരു ഫ്ലാഷ് ബാക്കും ഉണ്ട്. അത് എല്ലാവർക്കും അറിയാമല്ലോ. അത് വേണമെങ്കിൽ ഈ UFC കമ്പനിക്ക് ഒന്ന് നല്ലോണം പ്രൊമോട്ട് ചെയ്യാമായിരുന്നു. അതായത് നമ്മുടെ അലക്സ് പെഹേരയുടെ ഏറ്റവും അടുത്ത ഉറ്റ സുഹൃത്തായ ഗ്ലോവർ തെക്ഷേരനെ പുള്ളി ജമഹാൽ ഹിൽ കഴിഞ്ഞ ഫൈറ്റിൽ അങ്ങ് തുണി അലക്കുന്ന പോലിട്ട് അലക്കിയിരുന്നു 5 റൗണ്ടോളം. ഓക്കെ, പിന്നെ ഗ്ലോവറിന് നമ്മൾ കൺഗ്രാറ്റ്സ് കൊടുക്കണം. കാരണം അത്ര ഏജ് ഉണ്ടായിട്ടും പുള്ളി പിടിച്ചു നിന്നു. ജമഹാൽ ഹിലിനെ പോലുള്ള ഒരു ഫൈറ്ററിനെതിരായിട്ട് പുള്ളി ലാസ്റ്റ് മിനിറ്റ് വരെ പിടിച്ചു നിന്ന് ഡിസിഷനിലാണ്. പക്ഷെ ശരിക്കിട്ട് അലക്കിയിരുന്നു ജമഹാൽ ഹിൽ. അപ്പോൾ ഞാൻ പറയുന്നത് ഇത് ജമഹാൽ ഹിൽ കൊണ്ടുപോകും എന്നാണ്. പക്ഷെ നല്ലൊരു ഉഗ്രം പോരാട്ടമായിരിക്കും. മിക്കവാറും 99% ഇത് ഈ ഫൈറ്റ് KO അല്ലെങ്കിൽ ഒരു TKO അവസാനിക്കാൻ ചാൻസ് ഉണ്ട്. നല്ല പഞ്ചസ് കാണാം, അതിനുപരി നല്ല കിക്സ് കാണാം. പിന്നെ എനിക്ക് തോന്നുന്നത് ജമഹാൽ ഹിൽ പുള്ളിയുടെ ഗ്രാപ്ലിംഗ് അല്ലെങ്കിൽ റെസ്ലിംഗ് സ്കിൽസ് ഒക്കെ ഒന്ന് കാഴ്ചവെച്ചു കഴിഞ്ഞാൽ ഇനിയും ഓൾറൗണ്ട് നല്ല പെർഫോമൻസ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ പുള്ളി, എനിക്ക് തോന്നുന്നു അലക്സ് പെഹേരയുടെ എതിരെ പുള്ളി സ്റ്റാൻഡപ്പിന് തന്നെ ശ്രമിക്കും. ഓക്കെ, അപ്പോ ഇതാണ് കാര്യം. ഇനിയും വരും ദിവസങ്ങളിൽ നമുക്ക് UFC 300 കുറിച്ച് കൂടുതൽ ചർച്ചകളാവാവുന്നതാണ്. ഞാൻ വിട്ടുപോയ കാര്യങ്ങൾ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. ബൈ ഗൈസ്, ടേക്ക് കെയർ.